ഹായ് എവരി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഡെയിലി റുട്ടീൻ, ഗ്രീറ്റിംഗ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഡെയിലി റുട്ടീൻ്റെ ക്ലാസ് ഞാൻ എടുത്തപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാമെന്ന്. ഒരുപാട് പേരത് ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒത്തിരി പേരത് ചെയ്തു. ഇന്ന് നമ്മുടെ ഡേ 6 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഹോബി എങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയും, ഈ 30 ഡേയ്സ് ചലഞ്ച് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അറിയുന്ന കാര്യം സമാധാനത്തോടെയും ശാന്തതയോടെയും നമുക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ് ഈ 30 ഡേയ്സ് ചലഞ്ചിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ നമ്മുടെ ഡെയിലി റുട്ടീൻ ഡെയിലി റുട്ടീൻ അല്ല, അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചല്ലേ, നമ്മുടെ ഹോബി എങ്ങനെ മറ്റുള്ളവരോട് പറയാൻ പറ്റും. എൻ്റെ ഹോബി റീഡിംഗ് ആണ്. പക്ഷേ റീഡിങ്ങിനെ കുറിച്ചായിരിക്കില്ല നിങ്ങൾക്ക് പറയേണ്ടത്. കുക്കിങ്ങിനെ കുറിച്ചായിരിക്കാം, ഡ്രൈവിങ്ങിനെ കുറിച്ചായിരിക്കാം, അതൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറേ സെന്റൻസ് സ്ട്രക്ചർ പാറ്റേൺ ആണ് തരാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ പാറ്റേണും നിങ്ങൾ കേട്ട് പഠിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഹോബിയും കൂടെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നോക്കാം, ബാ. ഇത് ഞാൻ വായിച്ച പുസ്തകങ്ങളാണ് കേട്ടോ. ഇത് പലതരം പുസ്തകങ്ങളുണ്ട്, നിങ്ങൾക്ക് കണ്ടാലറിയാം. ഞാൻ നിങ്ങളോട് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വായിച്ചു തുടങ്ങണമെന്ന്, നിങ്ങൾ ഇംഗ്ലീഷ് പുസ്തകം വായിച്ചു തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുധാമൂർത്തിയുടെ പുസ്തകങ്ങൾ ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. നമ്മുടെ ഹോബിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ എൻ്റെ ഹോബി വായന എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഹോബി എന്താണോ അത് ഞാൻ പറയുന്നതിന്റെ ബാക്കി ഭാഗത്ത് ചേർക്കണം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ ഓരോ പാറ്റേൺ തരാമെന്ന് നേരത്തെ പറഞ്ഞില്ല. ആ പാറ്റേൺ നിങ്ങൾ ഈ സ്ട്രക്ചർ ഇങ്ങനെ ഓർത്തോർത്ത് വെക്കുക കേട്ടോ. ആദ്യം നമ്മളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയണം, മൈ ഹോബി ഈസ്, എന്താണോ അത് പറയണം. മൈ ഹോബി ഈസ് റീഡിങ്, മൈ ഹോബി ഈസ് കുക്കിംഗ്, മൈ ഹോബി ഈസ് ഡ്രൈവിംഗ്, മൈ ഹോബി ഈസ് ടോക്കിംഗ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടമുള്ള കുറെ പേരുണ്ട് അല്ലെ. അങ്ങനെ എന്താണോ അത് നമ്മൾ പറയണം. മൈ ഹോബി ഈസ് എന്ത്. ഇനി നമ്മൾ അടുത്ത സെന്റൻസിന്റെ ഒരു സ്ട്രക്ചറാണ് ഐ ലൈക്ക് റീഡിങ്. ഐ ലൈക്ക് പിന്നെ എന്താണോ അത്. ഐ ലൈക്ക് ലിസണിങ് മ്യൂസിക്, ഐ ലൈക്ക് ഡ്രൈവിംഗ്, ഐ ലൈക്ക് ഡാൻസിങ്. അപ്പോൾ എന്താണോ നമ്മൾ അടുത്തത് പറയുന്നത് അത്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്ത് പറഞ്ഞു? മൈ ഹോബി ഈസ് എന്ന് പറഞ്ഞു. അടുത്ത് ഐ ലൈക്ക് എന്ന് പറഞ്ഞു. ഇനി അടുത്ത് ഐ എൻജോയ് റീഡിങ് ബുക്സ്. ബുക്സ് വായിക്കുന്നതാണ് എനിക്കിഷ്ടം. ഐ എൻജോയ് ഡ്രൈവിംഗ് അറ്റ് നൈറ്റ്. രാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഐ എൻജോയ് കുക്കിംഗ് ബിരിയാണി. ബിരിയാണി ഉണ്ടാക്കാനാണ്, അതിലാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്ട്രക്ചറും കിട്ടിയല്ലോ. ഐ എൻജോയ് എന്താണോ അത്. നമ്മൾ ഒരു സ്ട്രക്ചർ ഐ ഡോണ്ട് ലൈക്ക് കുക്കിംഗ്. എനിക്ക് കുക്കിംഗ് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് റീഡിങ് ബുക്സ്. ബുക്സ് റീഡ് ചെയ്യുന്നതും എനിക്കിഷ്ടമല്ല. അപ്പൊ അതിനെ നമ്മൾ എന്തെന്നാ പറയണത്? ഐ ഡോണ്ട് ലൈക്ക്. ഇപ്പൊ ഞാൻ വായന എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പറയാണ് ഐ ഡോണ്ട് ലൈക്ക് റീഡിങ് ന്യൂസ് പേപ്പർ വായിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതേപോലെ ഐ ഡോണ്ട് ലൈക്ക് ഡ്രൈവിംഗ് എലോൺ. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഐ ഡോണ്ട് ലൈക്ക് എന്താണോ അത് നമ്മൾ പറയേണ്ടത്. ഐ ഡോണ്ട് ലൈക്ക്. ഇനി ഇപ്പൊ ഞാൻ പറയുന്നു, ഇപ്പോൾ എൻ്റെത് പറയുകയാണെങ്കിൽ ഡ്രൈവിങ്ങിനേക്കാളും എനിക്കിഷ്ടം റീഡിംഗ് ആണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെ പറയണം? അവിടെ ഒരു ടു ചേർക്കുക. ഐ പ്രിഫർ റീഡിംഗ് ടു ഡ്രൈവിംഗ്. ഐ പ്രിഫർ കുക്കിംഗ് ടു വാച്ചിങ് TV. അപ്പം ഐ പ്രിഫർ എന്താണ് നമുക്ക് ഏറ്റവും ഇഷ്ടം അത് പറയുക. ടു നമ്മൾ എന്തിനോടാണോ കമ്പയർ ചെയ്യുന്നത് അതും പറയുക. ഇനി നമുക്ക് പറയാം ഐ ഓഫൺ റീഡ് ബുക്സ്. ഞാൻ ഇടയ്ക്കൊക്കെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഓഫൺ കുക്ക് ഫുഡ്. ഇടയ്ക്കൊക്കെ ഞാൻ ഫുഡ് കുക്ക് ചെയ്യാറുമുണ്ട്. അപ്പം ആ ഒരു സ്ട്രക്ചർ മനസ്സിലായില്ലേ? നമ്മൾ ഈ ഹോബി എല്ലാം ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മുടെ ഫ്രീ ടൈമിലാണ്. അപ്പം നമ്മൾ പറയണതാണ് ഇൻ മൈ ഫ്രീ ടൈം. എൻ്റെ ഫ്രീ ടൈമിൽ ഐ റീഡ് ബുക്സ്. ഞാൻ ബുക്കുകൾ വായിക്കുന്നു. ബിക്കോസ് കാരണം എന്താണ്? ഇറ്റ് ഹെൽപ്സ് മീ. അതെന്നെ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് മീ ലേൺ ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി അത് സഹായിക്കും. അപ്പം നമ്മൾ പറയേണ്ടത് ഇൻ ഫ്രീ ടൈം
നമുക്ക് അത് ഇഷ്ടമാണെന്ന് പറയാം. അതിന്റെ കാരണം എന്താണോ അത് പറയാം. അത് ഏത് ടെൻസിൽ പറയണം? പ്രസന്റ് ടെൻസിൽ പറയണം. ഇപ്പൊ നമ്മൾ പറയണം ഐ ലൈക്ക് കുക്കിംഗ് ബിക്കോസ് ഇറ്റ് മേക്സ് മീ ഹാപ്പി. ഇപ്പൊ കുക്കിംഗ് ഇഷ്ടമുള്ളവരാണ് എങ്കിൽ പറയണം ബിക്കോസ് ഇറ്റ് മേക്സ് മീ ഹാപ്പി, അതെനിക്ക് സന്തോഷം നൽകുന്നു എന്നുള്ളത്. അതല്ലെങ്കിൽ പറയണം ഐ ലൈക്ക് വാക്കിംഗ്, നടക്കാൻ എനിക്ക് ഇഷ്ടമാണ് ബിക്കോസ് ഇറ്റ് കീപ്സ് മീ ഹെൽത്തി, എന്നെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുന്നു. അപ്പൊ അതെനിക്ക് ഇഷ്ടമാണ് കാരണം ഇറ്റ് മേക്സ് മീ, ഇറ്റ് ഹെൽപ്സ് മീ, അത് എന്താണോ ആ ഒരു സ്ട്രക്ചറും കൂടെ ചേർത്തിട്ട് അതും പറയുക. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ്ങിനെ കുറിച്ചൊക്കെ മനസ്സിലായില്ലേ? റീഡിങ് നല്ല കേട്ടോ. എന്ത് നിങ്ങളുടെ ഹോബി എന്താണെങ്കിലും ആ ഹോബികൾ ഈ ഒരു സ്ട്രക്ചറിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹോബി എന്താ പെട്ടെന്നൊന്ന് പറഞ്ഞേ. അതനുസരിച്ചിട്ട് ഇപ്പൊ ഞാൻ തന്ന ഈ സെന്റൻസ് പാറ്റേൺ ഉപയോഗിച്ച് പറയേ. മൈ ഹോബി ഈസ് റീഡിങ്. ഐ ലൈക്ക് റീഡിങ്. ഇൻ മൈ ഫ്രീ ടൈം I like reading because it helps me learn new things. I usually read books at night. I don't like cooking. I prefer reading to cooking. ഇങ്ങനെ കുറേ സെന്റൻസുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലേ? പറ്റും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഹോബി എന്താണോ ആ ഹോബി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തന്ന പാറ്റേണും ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങളത് ഒരു വോയിസ് ആയിട്ട് എനിക്ക് അയക്കണം. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതാ തന്നു കഴിഞ്ഞു. ആ വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങളുടെ ഹോബി എന്താണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന പടിയെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ അത് വോയിസ് ആക്കി അയക്കണം. ടൈപ്പ് ചെയ്ത് അയക്കണ്ട, വോയിസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എത്ര മണി വരെ സമയമുണ്ട്? നാളെ 11 മണി വരെ സമയമുള്ളൂ. ഇന്നലെ കുറേ പേര് നമ്മുടെ ഡെയിലി റുട്ടീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതും നിങ്ങൾ ചെയ്യണം. എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ 1-2 വട്ടം കൂടെ കേൾക്കുക, ആ സെന്റൻസിന്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് വേഗം വോയിസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ഈ ക്ലാസ് ആരെങ്കിലും ഒക്കെ കണ്ടവരുണ്ടോ എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് നിങ്ങൾ മറന്നു പോവില്ല. പിന്നെ ഇതൊന്ന് വോയിസ് ഒക്കെ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാം. താങ്ക് യു, ബൈ ബൈ.